എന്നാൽ ഈ വിഭാഗത്തിൽ നിന്നൊക്കെയും ഉത്കൃഷ്ടയായ ഒരു വിഭാഗമാണ് മനുഷ്യൻ എന്ന് പറയുന്ന വിഭാഗം. ആ മനുഷ്യന് അല്ലാഹു സുബ്ഹാനഹു വ തആല മറ്റു മൃഗങ്ങൾക്കൊന്നും കൊടുക്കാത്ത ഒരു പ്രത്യേകമായ ഒരു നിഅമത്ത് മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട്. ആ മഹത്തായ അനുഗ്രഹമാണ് വിശേഷ ബുദ്ധി എന്ന് പറയുന്നത്. സത്യവും അസത്യവും വേർതിരിക്കാനും നന്മയും തിന്മയും വിഭജിച്ചു മനസ്സിലാക്കാനും അതിനനുസരിച്ചുകൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കാനും പ്രചോദനം നൽകത്തക്ക രീതിയിലുള്ള ഒരു വിവേചനത്തിന്റെയും വിവേകത്തിന്റെയും ബുദ്ധി അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യരായ നമുക്ക് അനുഗ്രഹിച്ചു നൽകിയ ഒരു വലിയ നിഅമത്താണ്. ആ നിഅമത്ത് മറ്റു ജീവികളിൽ നമുക്ക് കാണാൻ സാധിക്കുകയില്ല. മനുഷ്യരായ നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ഒരു കഴിവോട് കൂടെയുള്ള ഈ മഹത്തായ നിഅമത്ത് നൽകിയത് മനുഷ്യൻ ഇതര ജീവികൾക്ക് സമമായി ജീവിക്കാനല്ല, മറിച്ച് ആ ബുദ്ധി കൊണ്ട് ചിന്തിച്ച് ജീവിക്കേണ്ടുന്ന രൂപത്തിൽ ജീവിക്കാൻ വേണ്ടിയാണ്. ആ ബുദ്ധി ഉപയോഗപ്പെടുത്തി നാം ചിന്തിക്കുമ്പോൾ തന്നെ പ്രത്യേകിച്ച് ആ കൂട്ടത്തിൽപ്പെട്ട മുസ്ലിമീങ്ങളായ നമ്മൾ ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി പരിശുദ്ധമായ ഈ തൗഹീദിന്റെ വചനം അംഗീകരിക്കുന്ന ആരാധ്യനായി ലോകത്ത് അള്ളാഹു മാത്രമേ ഉള്ളൂ എന്നും അവന്റെ മുന്നിൽ മാത്രമേ ആരാധന അർപ്പിക്കുവാൻ പാടുള്ളൂ എന്നും മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവന്റെ അവസാനത്തെ പ്രവാചകനാണ് എന്നും വിശ്വസിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ജീവിതം വളരെ വിലപ്പെട്ടതും ആ ജീവിതത്തിൽ ഒരുപാട് ബന്ധങ്ങളും ബാധ്യതകളും നിറവേറ്റാൻ നിയോഗിക്കപ്പെട്ടവരുമാണ് നാം എന്ന ബോധം നമ്മുടെ എല്ലാവരുടെയും മനസ്സിലുണ്ടാകണം. മനുഷ്യൻ ഒരു സമൂഹ ജീവിയാണ്. ആ സമൂഹ ജീവിയായ മനുഷ്യൻ പലരോടും ബാധ്യതപ്പെട്ടവരാണ്, പലരോടും ബന്ധപ്പെട്ടവരാണ്. അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ ഞാൻ ആരോടൊക്കെ ഏതൊക്കെ ബന്ധങ്ങൾ സ്ഥാപിക്കണമെന്നും ആരോടൊക്കെ ഏതൊക്കെ ബാധ്യതകളും ബന്ധങ്ങളും നിറവേറ്റേണ്ടതെന്ന് എന്നും വ്യക്തമായി മനസ്സിലാക്കുകയും അത് നിറവേറ്റാൻ നാം പ്രതിജ്ഞാബദ്ധരുമായിരിക്കണം. എങ്കിൽ മാത്രമേ നാം അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ഒരു അടിമയായി ജീവിച്ചവരായി തീരുകയുള്ളൂ. ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മുസ്ലിമായ മനുഷ്യൻ ഒന്നാമതായി ഏറ്റവും കൂടുതൽ ബന്ധപ്പെടുന്നത് ഇലാഹായ അല്ലാഹുവുമായിട്ടാണ്. എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, ലോകത്തെ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്നവർ, ആവശ്യമായ വെള്ളവും ആവശ്യത്തിനുള്ള വെളിച്ചവും മനുഷ്യന്റെ ശ്വാസോച്ഛ്വാസത്തിന് ആവശ്യമായ ഊർജവും ഇതിന് ഈ രീതിയിലുള്ള എല്ലാ സംവിധാനങ്ങളും ക്രമീകരിച്ച് 5 നയാ പൈസ എന്നിൽ നിന്ന് പ്രതിപകാരം ചോദിക്കാതെ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ ചെയ്തു തന്നവനാണ് എന്നെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന റബ്ബ് എന്ന ബോധം ഒരു മുസ്ലിമായ അടിമയുടെ ഖൽബിൽ എപ്പോഴും ഉണ്ടാകണം. നമുക്ക് കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് ഉപകാരങ്ങൾ, എണ്ണിത്തീർക്കാൻ കഴിയാത്ത ഒരുപാട് ഉപകാരങ്ങൾ ശുദ്ധ ഖുർആൻ തന്നെ ആ ഭാഗത്തെ പഠിപ്പിച്ചു. ഇൻ തഉദു നിഅമതല്ലാഹി ലാ തുഹ്സുഹാ. ആ റബ്ബുൽ ഇസ്സത്ത് നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങളെ എണ്ണിത്തിട്ടപ്പെടുത്താൻ ശ്രമിച്ചാൽ ഒരിക്കലും ക്ലിപ്തപ്പെടുത്താൻ കഴിയാത്ത രീതിയിലുള്ള കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ അധിപനായ അല്ലാഹു സുബ്ഹാനഹു വ തആല ഓരോ മനുഷ്യന്റെയും വ്യക്തി ജീവിതത്തിൽ നൽകിയത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ അനുഗ്രഹങ്ങളൊക്കെ നൽകിയത് ആരാണ്? അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ഒരു ശക്തിയുണ്ട്. അവനാണ് അല്ലാഹു എന്ന് നാം വിശ്വസിക്കുന്ന ഇലാഹ്. അവനാണ് ലോകത്തെല്ലാം സൃഷ്ടിക്കുന്നവരും പരിപാലിക്കുന്നവരും സംരക്ഷിക്കുന്നവരും. നമുക്ക് അവൻ കുടിക്കാൻ വെള്ളം തരുന്നത് നമ്മിൽ നിന്ന് മാസത്തിൽ ഫീസ് ഈടാക്കിയിട്ടല്ല,
നമ്മുടെ നാട്ടിലൂടെ ഒരു വാട്ടർ അതോറിറ്റിക്കാരന്റെ ഒരു പൈപ്പ് കണക്ഷൻ പോകുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് നാം ദിനം പ്രതി വെള്ളം ഉപയോഗിക്കുന്നതിന് മാസപ്പടിയായി ഉപയോഗിച്ച വെള്ളത്തിന്റെ കണക്കുകൾ തിട്ടപ്പെടുത്താനുള്ള മീറ്ററുകളും ആ മീറ്ററിന്റെ റീഡിങ്ങിലൂടെ ഉപയോഗിച്ചിരിക്കുന്ന എത്ര ലിറ്റർ വെള്ളമുണ്ടോ അതിന് കണക്കായിരിക്കുന്ന കാശ് നാം അതിന്റെ ഓഫീസിൽ കൊണ്ടുപോയി പെയ്ഡ് ചെയ്യണമെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, വീട്ടിന്റെ മുറ്റത്ത് കുത്തിയിരിക്കുന്ന കിണറ്റിൽ വെള്ളം തന്നത് ആരാണ്? വർഷക്കാലത്ത് നമുക്ക് ആവശ്യമായ രീതിയിൽ മഴ വർഷിപ്പിച്ചു തന്നത് ആരാണ്? അതെല്ലാം അല്ലാഹുവിന്റെ ഖുദ്റത്താണ്. ആ രീതിയിൽ എത്രയോ കാലമായി കിണറ്റിൽ നിന്ന് നാം വെള്ളം കോരുന്നു, കുടിക്കുന്നു, കുളിക്കുന്നു, അലക്കുന്നു, ഉപയോഗിക്കുന്നു, എല്ലാം ചെയ്യുന്നു. ഇന്ന് വരെ ഏതെങ്കിലും അല്ലാഹുവിന്റെ ഓഫീസായി നിൽക്കുന്ന ഒരു പള്ളി കമ്മിറ്റി പോയിട്ട് 1 ലിറ്റർ വെള്ളത്തിന്റെ കാശ് നാം കൊടുക്കേണ്ടി വന്നിട്ടില്ല. അല്ലെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നീ ഉപയോഗിച്ചിരിക്കുന്ന വെള്ളത്തിന്റെ ലിറ്റർ കണക്കാക്കിയിട്ട് എവിടെയെങ്കിലും കൊണ്ടുപോയി നീ ഫീസ് കൊടുക്കണമെന്ന് അല്ലാഹു തആല നിർദ്ദേശിച്ചിട്ടില്ല. ഇത് വെള്ളത്തിന്റെ കാര്യം മാത്രമല്ല. നാം ആലോചിച്ചു നോക്കൂ, ഇന്നിവിടെ ഈ പ്രകാശിക്കുന്ന ലൈറ്റ്, ഈ പ്രകാശിക്കുന്ന മർക്കുറി ബൾബുകളും അതുപോലെ തന്നെ പ്രകാശിക്കുന്ന ട്യൂബ് ലൈറ്റുകളും, അതിന്റെ പ്രകാശം നാം ആസ്വദിക്കുന്നതിന് സൗകര്യം ചെയ്തു തന്ന സംഘാടകർക്ക് ആയിരക്കണക്കിന് രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട് അതിന്റെ പിന്നിൽ. പരിപാടി കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോ ഇതെല്ലാം ഇവിടെ കൊണ്ടുവന്ന് സംഘടിപ്പിച്ചിരിക്കുന്ന ആളുകൾ അവർക്ക് നിശ്ചയിച്ച കാശ് കൊടുത്താൽ മാത്രമേ ഈ കാണുന്ന ഉപയോഗങ്ങൾ നമുക്ക് ഇവിടെ എത്തിക്കാൻ കഴിയുന്നുള്ളൂ. നമ്മുടെ വീട്ടിൽ നാം ഉപയോഗിക്കുന്ന ഈ പ്രകാശം, ആ പ്രകാശത്തിന് ഇലക്ട്രിസിറ്റി ബോർഡിൽ 2 മാസത്തിലൊരിക്കൽ നാം നിശ്ചയിച്ചിരിക്കുന്ന ഫീസ് കൊടുത്തിരിക്കണം, അതിന്റെ കറണ്ട് ചാർജ് കൊടുത്തിരിക്കണം. ഇല്ലെങ്കിൽ അതിന്റെ കണക്ഷൻ കട്ട് ചെയ്ത് കളയും. ഞാൻ ചോദിക്കട്ടെ, രാവിലെ മുതൽ വൈകുന്നേരം വരെ 5 നയാ പൈസയുടെ ചെലവില്ലാതെ സൂര്യന്റെ പ്രകാശം നാം ആസ്വദിച്ചില്ലേ? രാത്രിയുടെ കൂരിരുട്ടിൽ തപ്പിത്തടഞ്ഞു പോകുന്ന നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചിത ദിവസങ്ങളിലൊക്കെയും അനുഗ്രഹമായി കൊണ്ട് അവന്റെ ചന്ദ്രന്റെ പ്രകാശം നമുക്ക് നൽകിയില്ലേ? ഈ പ്രകാശം ആസ്വദിച്ചതിന് നാം എന്തെങ്കിലും ഒരു പ്രത്യുപകാരം നമ്മോട് അല്ലാഹു തആല ചോദിച്ചിട്ടുണ്ടോ? എവിടെയെങ്കിലും അതിന് നാം കാശ് കൊടുക്കേണ്ടി വന്നിട്ടുണ്ടോ? ഇല്ല. ആ രീതിയിൽ കയ്യും കണക്കുമില്ലാത്ത ഒരുപാട് അനുഗ്രഹങ്ങൾ അധിപനായ റബ്ബ് എനിക്ക് ചെയ്തു തന്നെങ്കിൽ ആ പടച്ച റബ്ബിനോട് നാം എത്ര ബാധ്യതപ്പെട്ടവനാണ്. ആ പടച്ച റബ്ബിനോടാണ് ഞാൻ ഏറ്റവും കൂടുതൽ ബന്ധപ്പെടേണ്ടത്. ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ച് അവന്റെ ഹദ്റത്തിലേക്ക് തന്നെയാണ് പോകേണ്ടത്. ആ പോകുന്ന സമയത്ത് അടിമ എന്ന രീതിയിൽ യജമാനനാകുന്ന അല്ലാഹുവിനോട് എനിക്കുള്ള ബന്ധവും ബാധ്യതയും വിലയിരുത്തി ഞാൻ അവനോടുള്ള കടപ്പാടുകൾ തീർത്തിട്ടുണ്ടോ? ഓരോ ദിവസവും വേദനയോടെ നാം ചിന്തിക്കണം. അടിമയാകുന്ന നമ്മൾ, അടിമകളാകുന്ന നമ്മൾ യജമാനനായ അല്ലാഹുവിനോടാണ് ഒന്നാമതായി ഏറ്റവും വലിയ ബന്ധം പുലർത്തേണ്ടത്. ആ ബന്ധമാണ് ഒരു വിശ്വാസി അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ മുഖവിലക്കെടുക്കേണ്ടുന്ന ബന്ധം. ലോകത്തുള്ള എല്ലാറ്റിനേക്കാളും എനിക്ക് വലുത് എന്റെ സൃഷ്ടാവായ റബ്ബാണ്. ആ സൃഷ്ടാവായ റബ്ബിന്റെ പൊരുത്തം സമ്പാദിക്കാൻ അവനോട് നല്ല ബന്ധം സ്ഥാപിച്ച് അവനോട് നല്ല രീതിയിൽ ഇടപഴകി അവനോടുള്ള ബാധ്യതകൾ തീർത്തു ജീവിക്കുമ്പോഴാണ് പടച്ച റബ്ബ് നമ്മെ പൊരുത്തപ്പെടുക. സാധാരണ അങ്ങനെയാണല്ലോ. ഒരു മനുഷ്യന് നമ്മോടുണ്ടാകുന്ന തൃപ്തി എവിടെയാണ്? ആ മനുഷ്യനോട് നാം ചെയ്തു തീർക്കേണ്ടിയിരിക്കുന്ന കടപ്പാടുകളൊക്കെ പരിപൂർണമായി ചെയ്തു തീർക്കുമ്പോൾ ആ വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കായി നമ്മോട് തൃപ്തി ഉണ്ടാകുന്നു. എന്നാൽ ഒന്നാമതായി നാം ആ ബാധ്യതകളും ബന്ധങ്ങളും നിറവേറ്റി തൃപ്തി നേടാൻ ബാധ്യതപ്പെട്ടത് പടച്ച റബ്ബുൽ ഇസ്സത്തിനോടാണ്. ആ പടച്ച റബ്ബുൽ ഇസ്സത്തിന്റെ തൃപ്തി നേടാൻ നാം അവനോടുള്ള ബന്ധം എന്താണ് എന്ന് വ്യക്തമായി പഠിക്കുകയും ആ പഠിച്ച ബന്ധമനുസരിച്ച് അവനോടുള്ള ബാധ്യതകൾ തീർത്താനും സാധിക്കണം. നമുക്ക് അല്ലാഹു നൽകിയിരിക്കുന്ന പേര് തന്നെ അബ്ദു എന്നാണ്, അടിമ എന്നാണ്. യജമാനനായ റബ്ബ് അവൻ സയ്യിദാണ്, യജമാനനാണ്. അതുകൊണ്ട് തന്നെ ഒരു അടിമയെ സംബന്ധിച്ചിടത്തോളം യജമാനനുമായുള്ള ബന്ധം എങ്ങനെയാണ്? ആ യജമാനൻ എന്തു പറഞ്ഞോ തിരിഞ്ഞും മറഞ്ഞും നോക്കാതെ അനുസരിക്കുക തന്നെ.
അവൻ എന്ത് ചെയ്യണമെന്ന് നമ്മോട് നിർദ്ദേശിച്ചോ, ആ യജമാനൻ എന്ത് ചെയ്യണമെന്ന് നമ്മോട് നിഷ്കർഷിക്കുന്നോ അതങ്ങനെ തന്നെ ഏറ്റെടുത്തുകൊണ്ട് അതിന് മറ്റു പ്രശ്നങ്ങളും പ്രയാസങ്ങളും കാരണങ്ങളും കണ്ടെത്താതെ എന്റെ യജമാനന്റെ കൽപ്പനയാണ്, ആ കൽപ്പന ഞാൻ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ അടിമയാകുന്ന എന്നെ എന്തും ചെയ്യാൻ എന്റെ യജമാനൻ അവകാശമുണ്ടല്ലോ. അങ്ങനത്തെ യജമാനനായ റബ്ബ് എന്നെ എങ്ങാനും സൃഷ്ടിച്ചു പോയാൽ ആ ശിക്ഷ എനിക്ക് ഏറ്റെടുക്കാൻ സാധ്യമല്ല. ആ ഭീതി നമ്മുടെ കൽബിൽ കടന്നു വരുന്നു. അങ്ങനെ ഒരടിമയും സയ്യിദും തമ്മിലുള്ള, ഒരടിമയും യജമാനനും തമ്മിലുള്ള ബന്ധം, ആ ബന്ധത്തെ പറ്റി ശരിയായി നാം മനസ്സിലാക്കി നമ്മുടെ ഓരോ നടത്തങ്ങളും ഓരോ ചലനങ്ങളും ഓരോ സെക്കൻഡുകളും നമ്മുടെ നോട്ടവും നടത്തവും ഇരുത്തവും ഒക്കെ ആ പടച്ച റബ്ബിന്റെ പൊരുത്തത്തിലാക്കി തീർക്കണം. ഈ ബാധ്യത നിറവേറ്റാനാണ്, ഈ ബന്ധത്തെ പറ്റിയുള്ള ശരിയായ ബോധമുണ്ടായി ആ ബാധ്യത നിറവേറ്റാനാണ് ഒന്നാമതായി മുസ്ലിമായ മനുഷ്യൻ ശ്രമിക്കേണ്ടത്. ആ ബന്ധം മനസ്സിലാക്കി അതിന്റെ ബാധ്യത നിറവേറ്റാൻ വേണ്ടി ജീവിതം പരിപൂർണമായി ഉപയോഗപ്പെടുത്തിയവരാണ് മഹാന്മാരായ അമ്പിയാക്കൾ, അതുപോലെ മഹാന്മാരായ സ്വഹാബാക്കൾ അടക്കം ഉൾക്കൊള്ളുന്ന ഔലിയാക്കൾ, സാലിഹീങ്ങൾ. അവരുടെ ജീവിതത്തിൽ അവരേറ്റവും കൂടുതൽ ബന്ധം പുലർത്താൻ അവർ താല്പര്യം കാണിച്ചത് പടച്ച റബ്ബുൽ ഇസ്സത്തിനോടാണ്. ആ പടച്ച റബ്ബുൽ ഇസ്സത്തിനോടുള്ള ബന്ധം സ്ഥാപിക്കുന്ന വിഷയത്തിൽ ജീവിക്കുന്ന ലോകത്തിലെ ഏത് ബന്ധങ്ങൾ വിച്ഛേദിക്കേണ്ടി വന്നാലും, ഏത് ബന്ധങ്ങൾ വലിച്ചെറിയേണ്ടി വന്നാലും അതൊക്കെ വലിച്ചെറിഞ്ഞുകൊണ്ട് എനിക്ക് എന്റെ റബ്ബിനോടുള്ള ബന്ധവും അവനോടുള്ള ബാധ്യതയും പരിഗണിച്ച് വീട്ടുന്നതിൽ പ്രതിസന്ധിയായി ഒന്നും തന്നെ എന്റെ ജീവിതത്തിൽ വേണ്ട. ഇത് ചിന്തിച്ചവരാണ് മഹാന്മാരായ സ്വാലിഹീങ്ങൾ. എന്നാൽ ഞാനും നിങ്ങളും ഒരു വേള നമ്മുടെ നഫ്സിനോട് ചോദിക്കണം, ഇതേ റബ്ബിൽ വിശ്വസിക്കുന്നവരാണ് നമ്മൾ. നിങ്ങൾ ആലോചിച്ചു നോക്ക്, നമ്മൾ ചന്ദ്രന്റെ പ്രകാശം ആസ്വദിക്കുന്നു, അതുപോലെ സൂര്യന്റെ പ്രകാശം ആസ്വദിക്കുന്നു, നക്ഷത്രാദി ഗോളങ്ങളുടെ അലങ്കാരങ്ങൾ നാം ആസ്വദിക്കുന്നു. എന്നാൽ പടച്ച റബ്ബിനോടുള്ള ബന്ധവും അവനോടുള്ള ബാധ്യതയും പറ്റിയും ബോധമുണ്ടായിരുന്ന മഹാന്മാരുടെ അവസ്ഥ എന്തായിരുന്നെന്നറിയുമോ? അവരൊക്കെ പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചിറങ്ങുമ്പോ പരസ്യമായി പബ്ലിക്കായി പുറത്തിറങ്ങി അതേ തെളിഞ്ഞു നിൽക്കുന്ന ആകാശലോകത്തേക്ക് നോക്കി മിന്നി തിളങ്ങുന്ന നക്ഷത്രങ്ങളിലേക്കും അതേ ജ്വലിച്ചു നിൽക്കുന്ന ചന്ദ്രഗോളത്തിലേക്കും നോക്കി അതാ മഹാന്മാര് കണ്ണുനീരൊഴുകുന്നു, അവര് പൊട്ടി പൊട്ടി കരയുന്നു. എന്താണ് അവരാലോചിക്കുന്നറിയോ? അതേ ഈ കാണുന്ന നക്ഷത്രാദിഗോളങ്ങളെ ഇതുവരെ ഒരു അപകടങ്ങളും കൂടാതെ എത്രയോ ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇത് മുഴുവനും സൃഷ്ടിച്ച് സംവിധാനിച്ച റബ്ബുൽ ഇസ്സത്ത് ഇന്ന് വരെ ഏതെങ്കിലും ഒരു ഗോളം പരസ്പരം കൂട്ടിയിടിച്ച് ഒരപകടമില്ലാത്ത രീതിയിൽ വിഷയങ്ങളൊക്കെ കൃത്യമായി ചിട്ടയോടെ കൈകാര്യം ചെയ്ത് എല്ലാം സംരക്ഷിച്ച് പരിപാലിച്ച് പോരുന്ന റബ്ബുണ്ടല്ലോ. അവന്റെ ഹദറത്തിലേക്കാണല്ലോ ഞാൻ തിരിച്ചു പോകേണ്ടത്. ആ ഖുദ്റത്തിന്റെ ഉടമസ്ഥനായ റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകാൻ എനിക്ക് എന്റെ കയ്യിൽ എന്തുണ്ട്, എന്താണ് ഞാൻ യോഗ്യത നേടിയതെന്ന് ചിന്തിച്ച് മഹാന്മാര് പൊട്ടിക്കറിയുന്നു. അതേ ആ പടച്ച റബ്ബിനോടുള്ള ബാധ്യതയെ പറ്റിയും ബന്ധത്തെ പറ്റിയും അവര് വ്യക്തമായി ധാരണ ലഭിച്ചവരായപ്പോ പിന്നെ അവർക്ക് ഉറങ്ങാൻ പോലും കഴിയുന്നില്ലല്ലോ. അതേ പാതിരാത്രിയിൽ എല്ലാവരും കൂർക്കം വലിച്ചുറങ്ങുന്ന സമയത്ത് മഹാന്മാരും മഹതിമാരും അത്ഭുതത്തോടെ പാടി പറഞ്ഞില്ലേ, അജബല്ലിൽ മുഹീബി കൈഫ യനാമു കുല്ലു നൗമിൽ അലൽ മുഹീബി ഹറാമു. അത്ഭുതമേ അത്ഭുതം. അള്ളാഹുവിനെ സ്നേഹിക്കുന്നെന്ന് പറയുന്ന അടിമകളെ, എങ്ങനെയാണ് നിങ്ങൾക്ക് ഉറങ്ങാൻ സാധിക്കുന്നത്? അത്ഭുതം തന്നെ.
സ്നേഹിക്കുന്ന വ്യക്തിക്ക് സ്നേഹിക്കപ്പെടുന്ന ലക്ഷ്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ് എങ്ങനെയാണ് ഉറങ്ങാൻ കഴിയുന്നത്? അജബല്ലിൽ മുഹിബ്ബി കൈഫ യനാമു കുല്ലു നൗമിൽ അലൽ മുഹിബ്ബി ഹറാമു. മൈമൂനത്തുൽ മിസ്രി റളിയല്ലാഹു തആല അൻഹയെ പോലത്തെ മഹദിമാർ പാതിരാത്രിയിൽ അന്തം വിട്ട് കൂർക്കം വലിച്ചുറങ്ങുന്ന മനുഷ്യൻ കിടന്നുറങ്ങുന്ന വീട്ടിന്റെ ഓരങ്ങളിലൂടെ അങ്ങനെ പാട്ടുപാടി നടക്കുകയല്ല ചെയ്യുന്നത്. അവർ ഉറങ്ങാൻ കഴിയുന്നില്ല. ഔലിയാക്കളുടെ നേതാവ് മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ ആരാണ് മഹാനവറുകൾ നമുക്കറിയില്ലേ? വകുല്ലു വലില്ലഹു ഖൽബുൽ ഫഇന്നി അലാ ഖൽബിൽ നബി ബദിരിൽ കമാലി വകുല്ലു വലില്ലഹു ഖദമുൽ ഫഇന്നി അലാ ഖദമിൽ നബി ബദിരി തമാമി. എല്ലാ ഒലികളും ഓരോ നബിവാശി ഞാനെന്റെ സിബാവ കാൽവശി എന്നോവർ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയെങ്കിലും സ്നേഹിച്ചു പോയെങ്കിൽ അത് മഹാനായ മുഹമ്മദിനിൽ മുസ്തഫ. ഞാൻ എന്റെ ജീവിതത്തിൽ ആരെയെങ്കിലും പിന്തുടർന്നെങ്കിൽ അത് മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി. ആ ഹബീബിന്റെ പ്രേമത്തിന്റെയും ആ ഹബീബിന്റെ പിന്തുടർച്ചയുടെയും പര്യായമായി മാറിയ മഹാനായ ശൈഖ് മുഹിയുദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ നിങ്ങൾ കണ്ടില്ലേ? പടച്ച റബ്ബിനോടുള്ള ബന്ധത്തെ പറ്റിയുള്ള ശരിയായ ബോധം ഖൽബിനെ സ്വാധീനിച്ചപ്പോ പടച്ച റബ്ബിനോടുള്ള ആ ബന്ധത്തെ പറ്റിയും ബാധ്യതയെ പറ്റിയുമുള്ള ബോധം മനസ്സിനെ സ്വാധീനിച്ചപ്പോ എനിക്ക് ഇതെല്ലാം ചെയ്തു തന്ന റബ്ബിന്റെ മുന്നിലേക്ക് തിരിച്ചു പോകുമ്പോഴേക്ക് കയ്യും കണക്കുമില്ലാത്ത അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന റബ്ബിന്റെ ഹദറത്തിലേക്ക് ഇന്നല്ലെങ്കിൽ നാളെ ഞാൻ തിരിച്ചു പോകുമ്പോൾ ഒരു നന്ദിയുള്ള അടിമയായി പോകാൻ സാധിക്കണം. എന്നാൽ ഞാൻ എന്റെ റബ്ബിന് എത്ര നന്ദി ചെയ്താലും മതിയാകില്ലല്ലോ. ആ ശക്തമായ ചിന്തയും പേടിയും അവരുടെ ഖൽബിനെ സ്വാധീനിച്ചപ്പോ 40 നിലവേറും ഈശ തൊഴുതോരുവാലേ 40 ാണ്ടോളം സുബ്ഹി തൊഴുതോവർ 40 കൊല്ലക്കാലം ഉറക്കിന്റെ അഭിരുചി അറിയാതെ എല്ലാ സമയവും ഇബാദത്തിലായി കഴിച്ചു കൂട്ടുന്ന ഒരവസ്ഥയിലേക്ക് മഹാനായ ഗൗസുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് തങ്ങൾ എത്തിയെങ്കിൽ എന്റെ പ്രിയപ്പെട്ട വിശ്വാസികളെ, എന്റെ മാന്യ മുസ്ലിം സഹോദരി സഹോദരന്മാരെ, വിശ്വാസികളായ നമ്മുടെ ഖൽബിൽ ഒന്നാമതായി കടന്നു വരേണ്ടിയിരിക്കുന്ന ബോധം പടച്ച റബ്ബിനോടുള്ള ബന്ധത്തെ പറ്റിയുള്ള ബോധമാണ്. അവനോടുള്ള ബാധ്യതകളെ പറ്റിയുള്ള ബോധമാണ്. ആ ബന്ധം ഉറപ്പിക്കാനും അവനോടുള്ള ബാധ്യതകൾ തീർത്തുവാനുമാണ് ഒരു വിശ്വാസി ആദ്യമായി ശ്രമം നടത്തേണ്ടത്. പക്ഷേ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ പിന്നോട്ട് പോകുന്നതും ആ വിഷയത്തിൽ തന്നെ. എന്നാൽ രണ്ടാമതായി ഒരു മുസ്ലിമായ ഒരു മനുഷ്യൻ അവന്റെ ഏറ്റവും വലിയ ബന്ധം പുലർത്തേണ്ടത് ആരോടെന്നറിയുമോ? അതേ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. ഏത് മാനദണ്ഡം വെച്ച് ചിന്തിച്ചാലും ആ ഹബീബിനേക്കാൾ വലിയൊരു ബന്ധവും ബാധ്യതയും വിശ്വാസികൾക്ക് സമർപ്പിക്കാൻ മറ്റൊരാളെ കാണാൻ സാധ്യമല്ല. അതാണ് മഹാനായ പ്രവാചക പ്രേമത്തിന്റെ പര്യായമായി അറിയപ്പെട്ട ഇമാമുൽ ബുസൂരി റളിയല്ലാഹു തആല അൻഹു പാടി പറഞ്ഞില്ലേ? മുഹമ്മദുൽ ദിക്റുഹു റൂഹുൽ ലി അൻഫുസിനാ മുഹമ്മദുൽ ശുക്റുഹു ഫർദുൽ അലൽ ഉമമി മുഹമ്മദുൽ സിനതുഹു ദുനിയാ വബഹ്ജതുഹാ മുഹമ്മദുൽ കാശിഫുൽ ഗുമ്മാതി വള്ളുലമി മുഹമ്മദുൽ അശ്റഫുൽ അറാബി വൽ അജമി മുഹമ്മദുൽ ഖൈറു മൻ യംശി അലാ ഖദമി. മഹാനായ
മഹാനായ ഇമാമുൽ ബുസൂരി റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒരു മനുഷ്യനും പ്രവാചകനും ഒരു വിശ്വാസിയും മുഹമ്മദ് നബിയും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണെന്നറിയോ? ഒരു മനുഷ്യനും അവന്റെ ജീവനും തമ്മിൽ എങ്ങനെയാണോ ബന്ധപ്പെട്ട് കിടക്കുന്നത്, അതേക്കാളും വലിയ ബന്ധം ഒരു മനുഷ്യൻ ഹബീബായ റസൂലുള്ളാഹി തങ്ങളുമായി ആയിരിക്കണം. നിന്റെ ശരീരത്തിൽ എന്നും ജീവൻ നിലനിൽക്കണമെന്ന് നീ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതേ നിന്നിൽ എപ്പോഴും ഹബീബായ തങ്ങൾ ജീവിക്കണമെന്ന ഓർമ്മ നിനക്ക് വേണം. നിന്നിൽ നിന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകുന്നതിൽ എത്രത്തോളം പ്രയാസം നിനക്കുണ്ടോ, എന്നാൽ അതുപോലെ നിന്നിൽ നിന്ന് ഹബീബ് നിന്റെ കൽബിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നതിൽ നിനക്ക് ശക്തമായ ഭയമുണ്ടാകണം. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ തങ്ങളും നമ്മളും എവിടെയാണ് ഇപ്പോൾ ബന്ധപ്പെട്ട് കിടക്കുന്നത്? ആ ഹബീബിനോടുള്ള ബന്ധത്തിൽ നിന്ന് നാം പരിപൂർണമായി പിന്നോട്ട് പോയപ്പോ ആ ഹബീബ് നമ്മെ മറന്നു പോകുന്നു. ആ ഹബീബിനോടുള്ള ബന്ധം ആര് സ്ഥാപിച്ചിട്ടുണ്ടോ അവരോടുള്ള ബന്ധം ഹബീബ് തിരിച്ച് സ്ഥാപിച്ചിട്ടുണ്ട്. ആ ഹബീബിലൂടെ ലോകത്ത് എന്തൊക്കെ ഉപകാരങ്ങൾ പടച്ച റബ്ബ് ഉദ്ദേശിച്ചോ അത് മുഴുവനും അവിടത്തോട് ബന്ധം സ്ഥാപിച്ച ആളുകൾക്ക് ഈ മഹാനായ റസൂലുള്ളാഹി തങ്ങൾ ചെയ്തു കൊടുത്തിട്ടുമുണ്ട്. ജീവിതകാലത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ബന്ധം സ്ഥാപിച്ച സ്വഹാബത്ത്, അവർക്ക് മഹാനായ റസൂലുള്ളാഹി തങ്ങൾ എന്തൊക്കെ സഹായങ്ങൾ ചെയ്തു കൊടുത്തിട്ടുണ്ടോ അതേപോലെ തന്നെ ഹബീബിന്റെ വഫാത്തിന് ശേഷവും അവിടത്തോടുള്ള ബന്ധവും ബാധ്യതയും തീർക്കാൻ ആരൊക്കെ ശ്രമം നടത്തിയിട്ടുണ്ടോ അവർക്കൊക്കെയും അല്ലാഹുവിന്റെ റസൂൽ ആ സഹായം ചെയ്തു കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ കണ്ടില്ലേ, നമ്മളൊക്കെ സാധാരണ ഓതുന്ന മൗലിദിന്റെ കിതാബ്, ആ മൗലിദിന്റെ കിതാബിൽ കാണാം റിഫാഇ മൗലിദ് എന്ന് പറയുന്ന ഒരു മൗലിദ്. ആ റിഫാഇ മൗലിദ് മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹുവിന്റെ സംഭവബഹുലമായ ഒരു ചരിത്രം എടുത്തു പറയുന്നില്ലേ? ഫിഹാലത്തിൽ ബുദിറൂ ഹികുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹദാ ബിആശഫതി. ഹബീബായ തങ്ങൾ അന്തി ഉറങ്ങുന്ന പരിശുദ്ധമായ റൗളാ ശരീഫിന്റെ അരികിൽ മദീന മുനവ്വറയിൽ ആ ഹബീബിന്റെ റൗളാ ശരീഫിന്റെ അടുക്കൽ മഹാനായ അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു സിയാറത്തിന് വേണ്ടി ചെന്നപ്പോ അവിടെ നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞുകൊണ്ട് പറയുന്നു, ഓ ഹബീബായ തങ്ങളെ, ഫിഹാലത്തിൽ ബുർദിറൂ ഹികുന്തു ഉർസിലുഹാ തുഖബ്ബിലുൽ അർള അന്നി വഹിയ നായിബതി. ഹബീബായ നബിയേ, ഞാൻ എത്രയോ അകലങ്ങളിൽ ജീവിക്കുന്ന സമയത്ത് ഞാൻ എന്റെ ജീവിതം പരിപൂർണമായി സമർപ്പിച്ചത് അങ്ങക്ക് വേണ്ടിയാണ്. അവിടത്തോടുള്ള ബന്ധവും സ്നേഹവും സ്ഥാപിക്കാൻ വേണ്ടിയാണ്. ആ സമയത്ത് എനിക്ക് ഈ പുണ്യഭൂമിയിലേക്ക് എത്തിപ്പെടാൻ കഴിയാതെ ബുദ്ധിമുട്ടിയപ്പോ ഞാൻ എന്റെ ആത്മാവിൽ ഈ വിശുദ്ധ ഭൂമിയിലേക്ക് അയച്ചിട്ട് ഈ പുണ്യഭൂമി ചുംബിച്ച് വരാറുണ്ടായിരുന്നു. നബിയേ, ഫഹാദിഹി നൗബത്തുൽ അശ്ബാഹി ഖദ് ഹളറത് ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിആശഫതി. അങ്ങയുടെ മഹബത്തിന് വേണ്ടി, അങ്ങയോടുള്ള ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി മാത്രം ജീവിതം പരിപൂർണമായി സമർപ്പിച്ച അഹ്മദ് സ്വന്തം ശരീരത്തോട് അങ്ങയുടെ ഹദറത്തിലേക്ക് വന്നിട്ടുണ്ട്. എനിക്ക് വലിയൊരു ആഗ്രഹമുണ്ട് നബിയെ, മറ്റൊന്നുമല്ല, ജീവിതകാലത്ത് അങ്ങയുടെ പവിത്രമായ മുഖമൊന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല, അവിടത്തെ കരകളൊന്ന് ചുംബിക്കാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ അങ്ങക്ക് വേണ്ടി ജീവിച്ച അഹ്മദിന്റെ ആഗ്രഹം ഫംദുദ് യദൈക ലികൈ തുഹ്ളാ ബിആശഫതി. അവിടത്തെ ബർക്കത്തുള്ള രണ്ട് കൈയും ഒന്ന് പുറത്തോട്ട് തരുമോ നബിയേ, ഞാനൊന്ന് ചുംബിക്കട്ടെ നബിയേ. അഹ്മദുൽ കബീർ റിഫാഇ റളിയല്ലാഹു അൻഹു അതേ പറഞ്ഞങ്ങ് തീർക്കേണ്ട താമസം അല്ലാഹുവിന്റെ റസൂൽ കിടക്കുന്ന ഖബർ ശരീഫ് അതാ മദ്യത്തിലൂടെ പിളരുന്നു. ഹബീബായ തങ്ങളുടെ
രണ്ട് കൈയും പുറത്തോട്ട് വരുന്നു. അഹ്മദുൽ കബീർ ഗിഫാരി റളിയല്ലാഹു അൻഹു ആ രണ്ട് കൈകളും പിടിച്ച് ചുംബിക്കുന്നു. മതി വരുവോളം ചുംബിച്ചു ഹബീബായ തങ്ങളുടെ കൈ വിട്ടുകൊടുക്കുന്നു. അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ ആ ഖബർ ശരീഫിലേക്ക് തന്നെ താഴ്ന്നു പോകുന്നു. റസൂലുള്ളാഹിയുടെ ഖബർ ശരീഫ് ആ പവിത്രമായ ഖബറിന്റെ മുറിവ് അങ്ങനെ തന്നെ മൂടിപ്പോകുന്നു. എന്റെ പ്രിയപ്പെട്ട മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദുർ റസൂലുള്ളാഹി എന്ന പരിശുദ്ധമായ തൗഹീദിനെ അംഗീകരിക്കുന്ന ഒരു മുസ്ലിം അവന്റെ രണ്ടാമത്തെ ബാധ്യത നിറവേറ്റുന്ന, രണ്ടാമത്തെ ബന്ധം പുനഃസ്ഥാപിക്കേണ്ടുന്ന മഹാനായ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി ആ ഹബീബിനോടുള്ള ബന്ധവും ബാധ്യതയും വ്യക്തമായി മനസ്സിലാക്കി ആ ഹബീബിനോടുള്ള കടപ്പാട് തീർത്താനാണ് രണ്ടാമതായി നാം ശ്രമിക്കേണ്ടത്. എങ്കിൽ ആ ഹബീബിനോട് നമുക്ക് നേടാൻ പറ്റിയതൊക്കെ നേടാൻ കഴിയും. ആ ഹബീബിനോട് നമുക്ക് എവിടെയാണ് ഇന്ന് ബന്ധമുള്ളത്? ആ ഹബീബിനോടുള്ള കടപ്പാട് എവിടെയാണെന്നാണ് ഞാനും നിങ്ങളും തീർക്കുന്നത്. ഞാൻ ഒരൊറ്റ കാര്യം ചോദിക്കട്ടെ. മാസത്തിൽ ഒരു ദിവസം നമ്മുടെ പള്ളിയിൽ ആ ഹബീബിന്റെ പേരിലുള്ള സ്വലാത്ത് നടക്കുമ്പോ ഈ മഹല്ലത്തിൽപ്പെട്ട എത്ര മുഅ്മിനീങ്ങൾക്ക് നിർബന്ധമുണ്ട് ആ സ്വലാത്തിൽ പങ്കെടുക്കണമെന്ന നിർബന്ധ ബുദ്ധി എത്ര പേര് കാണിക്കുന്നുണ്ട്? എത്ര ചെറുപ്പക്കാര് കാണിക്കുന്നുണ്ടോ? എത്ര കാരണവന്മാര് കാണിക്കുന്നുണ്ട്? ആ സമയത്തൊക്കെ പീഡികക്കോലായിരുന്നിട്ട് വെറുതെ ഫിത്നയും ഗീബത്തും നമീമത്തും പറഞ്ഞ് ഒന്നുമില്ലെങ്കിൽ വെറുതെ ഇരുന്ന് വിലപ്പെട്ട ആയുസ് നശിപ്പിക്കുകയല്ലേ മോനെ ചെയ്യുന്നത്? ആ ഹബീബിനോടുള്ള ബന്ധം സ്ഥാപിക്കാനുള്ള ഏറ്റവും വലിയ ഒന്നാമത്തെ മാർഗം തന്നെ എന്താണ്? ആ ഹബീബ് പഠിപ്പിച്ചത് അസ്സലാത്തു അലൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഹബീബിന്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. എല്ലാ ദിവസവും ആ ഹബീബിന്റെ പേരിൽ കൃത്യമായി സ്വലാത്ത് ചൊല്ലുന്ന ഒരു ആദത്ത് നമുക്കുണ്ടാകണം. എന്നാൽ മാസത്തിൽ ഒരു ദിവസം നിർബന്ധമായും ഒരു മുടക്കവുമില്ലാതെ ആ സ്വലാത്തിൽ പങ്കെടുക്കാനുള്ളൊരു നിർബന്ധ ബുദ്ധിയും നമുക്കുണ്ടാകണം. അല്ലാതെ പേരിനൊരു സ്വലാത്ത് പള്ളിയിൽ ആരോ 4-5 മനുഷ്യന്മാരിരുന്നിട്ട് ഇങ്ങനെ ഒരു ആചാരപടി പോലെ ചൊല്ലി തീർക്കുക, എന്നിട്ട് ബാക്കിയുള്ളവരൊക്കെ അതിന്റെ ആനുകൂല്യം പറ്റുക. ഈ പരിപാടി നിർത്തണം കേട്ടോ. എന്നിട്ട് നമ്മുടെ നാട്ടിൽ സ്വലാത്ത് നടക്കുന്ന ദിവസം അത് നമ്മുടെ മെമ്മറിയിൽ എപ്പോഴും ഓർമ്മയുണ്ടാകണം. എല്ലാവരും തീരുമാനിക്കുക, ഞാൻ എന്റെ ജീവിതത്തിലുള്ള മാസത്തിന് ഒരു ദിവസം ആ ഹബീബിന്റെ പേരിൽ വേണ്ടി ഞാൻ മാറ്റിവെക്കുന്നു. അന്നത്തെ രാത്രി എനിക്ക് കച്ചവടം വേണ്ട, അന്നത്തെ രാത്രി എനിക്ക് എന്റെ കുടുംബത്തിന്റെ പ്രശ്നം വേണ്ട, അന്നത്തെ രാത്രിയിൽ കല്യാണവും വേണ്ട, അന്നത്തെ രാത്രിയിൽ സൽക്കാരവും വേണ്ട, അന്നത്തെ രാത്രി ഞാൻ ആ ഹബീബിന്റെ സ്വലാത്തിന് വേണ്ടി തന്നെ വിനിയോഗിക്കുമെന്ന് ഉറച്ച് തീരുമാനിക്കുമോ? എങ്കിൽ ആ ഹബീബിനോട് നമുക്ക് ബന്ധപ്പെടാൻ കഴിയും, അവിടത്തോടുള്ള ബാധ്യത നമുക്ക് തീർക്കാൻ കഴിയും. എന്നാലോ ആ സ്വലാത്തിലൂടെ ബന്ധം സ്ഥാപിച്ചൊരരിയായി ദുനിയാവിൽ ബുദ്ധിമുട്ടുന്നത് മദീനയിൽ കിടന്ന് റസൂലുള്ളാഹിക്ക് കണ്ട് സഹിക്കാൻ സാധ്യമല്ല. ആഖിറത്തിൽ ബുദ്ധിമുട്ടുന്നതും ആ ഹബീബിന് കണ്ട് സഹിക്കാൻ സാധ്യമല്ല. എല്ലാ പ്രശ്നങ്ങൾക്കും അപ്പോൾ തന്നെ മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യക്തമായ പരിഹാരം നമുക്ക് കാണിച്ചു തരും. ആ ഹബീബിന്റെ യഥാർത്ഥ മുഹിബ്ബുകളിലും അവിടുത്തെ ആശിഖീങ്ങളിലും അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തട്ടെ. ഞാൻ പറഞ്ഞു വന്നത് രണ്ടാമത്തെ ബന്ധം വിശ്വാസിക്ക് മുഹമ്മദ് നബിയുമായിട്ടാണ്. ആ മുഹമ്മദ് നബിയോടുള്ള ബന്ധം ഒരു മനുഷ്യനും ജീവനും തമ്മിലുള്ള ബന്ധം എങ്ങനെയാണോ അതുപോലത്തെ ബന്ധമായിരിക്കും നമുക്കുണ്ടാകേണ്ടത്. നമ്മുടെ ജീവനെതിരെ ആരെങ്കിലും ഒരു അപകട ഭീഷണി മുഴക്കിയാൽ അവനോട് എന്തെന്നില്ലാത്ത ശത്രുതയും വെറുപ്പും നമുക്ക് തോന്നുന്നെങ്കിൽ നമ്മുടെ ഹബീബിനെതിരെ ആരെങ്കിലും വല്ല അപശബ്ദവും മുഴക്കിയാൽ അവനെ അതേ കണ്ണോടെ നമുക്ക് കാണാൻ കഴിയണം. എന്റെ ജീവനെ അപായപ്പെടുത്താൻ ശ്രമിച്ചവനെ ഏത് സമയത്തും ശത്രുവാണെന്ന ബോധത്തോടെയാണ് കാണുന്നതെങ്കിൽ ആ ഹബീബിനെ അപമാനിക്കാൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ, ആ ഹബീബിനെ അപകീർത്തിപ്പെടുത്താൻ ആരെങ്കിലും ശ്രമിക്കുന്നുവെങ്കിൽ അതേ അവനോടും അതുപോലത്തെ വെറുപ്പ് നമുക്കുണ്ടാകണം. മുഹമ്മദുർ റസൂലുള്ളാഹി സാധാരണക്കാരനാണെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബി തെറ്റ് ചെയ്ത മനുഷ്യനാണെന്ന്
പറഞ്ഞ്, മുഹമ്മദ് നബി ഒരു പോസ്റ്റ്മാന്റെ സ്ഥാനത്താണെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബിയുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് പറഞ്ഞ്, മുഹമ്മദ് നബിയെ ഓർക്കുന്നത് നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണെന്ന് പറഞ്ഞ്, ഹബീബായ തങ്ങളോടുള്ള ബഹുമാനം നശിപ്പിക്കുന്ന, അവിടത്തെ ഇൻസൾട്ട് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരുപാട് ചിന്താഗതിക്കാർ ഈ സമുദായത്തിന്റെ പേരിൽ വളർന്നു വരുന്നുണ്ട്. ഒരു ഭാഗത്ത് മുജാഹിദ് എന്ന് പറഞ്ഞിട്ടും, മറുഭാഗത്ത് ജമാഅത്ത് ഇസ്ലാമിയും, മറ്റൊരു ഭാഗത്ത് തബ്ലീഗ് ജമാഅത്തും, ഇങ്ങനെ ഈ രീതിയിലുള്ള നൂലാമാലകളൊക്കെ ഹബീബായ തങ്ങളെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുമ്പോ നമുക്ക് നമ്മുടെ ജീവന് സമാനമായ സ്നേഹം ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുണ്ടെങ്കിൽ, അതേ ആ ഹബീബിനെ ഈ രീതിയിൽ അപകീർത്തിപ്പെടുത്തുന്ന ഇത്തരക്കാരോട് നമുക്ക് അനുസരിക്കാൻ കഴിയില്ല. അത്തരക്കാരോട് നമുക്ക് അനുകമ്പ വെച്ച് പുലർത്താൻ സാധ്യമല്ല. അത്തരക്കാരോട് നല്ല ബന്ധം സ്ഥാപിക്കാൻ സാധ്യമല്ല. നമുക്കെതിരെ കൊലഭീഷണി മുഴക്കിയിരിക്കുന്ന ഒരു മനുഷ്യൻ, ആ മനുഷ്യനെ പിറ്റേന്ന് രാവിലെ കണ്ടാൽ നല്ല ചിരിച്ചിട്ട് അസ്സലാമു അലൈക്കും, എന്തെല്ലാം മോനെ ഇന്നലെ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ, അല്ലാഹു തആല എനിക്ക് സലാമത്ത് തരട്ടെ എന്ന് പറയോ ആരെങ്കിലും? ബുദ്ധിയുള്ളവും പറയൂല. അങ്ങനെ സലാം പറയാത്തത് വലിയ കുറ്റമായിട്ട് ആരെങ്കിലും എടുത്തു പറയോ? ഇല്ല. എങ്കിൽ ഞാൻ ചോദിക്കട്ടെ, അല്ലാഹുവിന്റെ റസൂൽ സാധാരണക്കാരനാണെന്ന് എഴുതി വെച്ച ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തഹിയ്യാത്ത് ഓതുന്ന സമയത്ത് ഓർക്കുന്നത് നാൽക്കാലിക ഓർക്കുന്നതിന് സമമാണെന്ന് എഴുതി വെച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവർത്തനം ദീനിൽ തെളിവില്ലെന്ന് എഴുതി വെച്ച പ്രവാചകന്റെ വിരോധികളോടൊരു സലാം പറയരുത് എന്ന് പറയുമ്പോഴത്തേക്ക് എന്തൊക്കെയാ ഒച്ചപ്പാട്, കുലുമാല് അല്ലേ? ആരോടാണ് മോനെ ബന്ധം? ആർക്കാരോടാണ് ഈ ബന്ധം സ്ഥാപിക്കാൻ കഴിഞ്ഞത്? സ്വന്തം ശരീരത്തിനെതിരെ വധഭീഷണി മുഴക്കിയ മനുഷ്യൻ, സ്വന്തം ശരീരത്തിനെതിരെ അപകട ഭീഷണി മുഴക്കിയ ഒരു മനുഷ്യൻ, ഏത് രാവിലെ കണ്ടാൽ അവനെ കുറുക്കനെ നോക്കുന്ന കണ്ണോടെ നോക്കുന്നു, പ്രശ്നമില്ല. അവരോട് സലാം പറയാൻ മനസ്സ് തോന്നുന്നില്ല. ആരും കുറ്റം പറയുന്നില്ല, എതിർപ്പ് പറയുന്നില്ല. എല്ലാവരും പറയുന്ന ന്യായമെന്തേ? ഓനെ കൊല്ലാൻ നോക്കിയവനല്ലേ, എങ്ങനെയാ ഒരു മനുഷ്യനായി പറഞ്ഞു ഓനോട് സലാം പറയാൻ കഴിയുക? എന്നാൽ നമ്മുടെ ജീവനേക്കാൾ അപ്പുറം സ്നേഹിക്കുകയും ആ ജീവനേക്കാൾ അപ്പുറം ബന്ധം പുലർത്തുകയും ചെയ്യേണ്ടുന്ന ഹബീബായ മുഹമ്മദ് റസൂലുള്ളാഹി, അവിടുത്തെ സാധാരണ മനുഷ്യനാണെന്ന് എഴുതി വെച്ച, അവിടുന്ന് തെറ്റുകാരനാണെന്ന് എഴുതി വെച്ച മുജാഹിദുകാരനോട് സലാം പറയാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. മുഹമ്മദ് നബിയുടെ പ്രവർത്തനം ദീനിൽ തെളിവല്ലെന്ന് എഴുതി വെച്ച ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരോട് സലാം പറയാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. മുഹമ്മദ് റസൂലുള്ളാഹി തങ്ങളെ ഓർക്കുന്നത് നാൽക്കാലികളെ ഓർക്കുന്നതിന് സമമാണെന്ന് വാദിക്കുന്ന തബ്ലീഗ് ജമാഅത്തുകാരൻ അവരോട് സലാം പറഞ്ഞു ബന്ധപ്പെടാൻ ഒരു പ്രവാചക പ്രേമിക്ക് സാധ്യമല്ല. എന്റെ മാന്യ സഹോദരന്മാരെ, സഹോദരികളെ, ആ ഹബീബായ തങ്ങളോടുള്ള ബന്ധം നന്നായി സ്ഥാപിക്കണം. ആ ബന്ധത്തിന് കടുപ്പം കൂട്ടണം. ആ ഹബീബിനോട് നന്നായി ബന്ധപ്പെടാൻ സാധിക്കണം. പടച്ച റബ്ബിനോടുള്ള ബന്ധം സ്ഥാപിക്കാൻ സാധിക്കണം. ഹബീബായ തങ്ങൾ പഠിപ്പിച്ചല്ലോ, നാം അല്ലാഹുവിനോട് ഒരു ചാൺ അടുത്ത് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് നമ്മോട് ഒരു മുഴം ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. നാം ആ പടച്ച റബ്ബിലേക്ക് ഒരു മുഴം ബന്ധം സ്ഥാപിക്കാൻ ശ്രമിച്ചാൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഒരു മാറെടുക്കാൻ ശ്രമിക്കും. നാം ആ പടച്ച റബ്ബിലേക്ക് നടന്നെടുത്താൽ പടച്ച റബ്ബ് നമ്മിലേക്ക് ഓടിയെടുക്കും. എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങോട്ട് എത്ര കണ്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു, അതിനേക്കാൾ ഇരട്ടിക്കിരട്ടി സ്പീഡിൽ പടച്ച റബ്ബ് നമ്മളോട് തിരിച്ച് ബന്ധം സ്ഥാപിക്കാൻ, ഇങ്ങോട്ട് ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കും. അതുപോലെ തന്നെയാണ് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും ആ രണ്ടാമത്തെ ബന്ധവും സ്ഥാപിക്കണം. ഇനി ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. ഒരു മനുഷ്യൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്ന ഒരു ബന്ധമാണ് കുടുംബ ബന്ധം. മഹാനായ അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഒരു ഹദീസിൽ കാണാം, ഓരോ ദിവസവും കുടുംബ ബന്ധം പടച്ച റബ്ബിനോട് ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. പോയി മൻ വസലനി വസലഹുല്ലാഹ് വമൻ ഖതഅനി ഖതഅഹുല്ലാഹ്.
എന്നെ ആരാണോ പടച്ചോനെ ഈ കുടുംബബന്ധമാകുന്ന എന്നെ ആരാണ് ചേർത്തുന്നത് അവനെ നിന്നിലേക്ക് നീ അടുപ്പിക്കണേ റഹ്മാനെ. എന്നെ ആരാണോ മുറിച്ചു കളയുന്നത് അവനിക്ക് നിന്നോടുള്ള ബന്ധം നീ മുറിച്ചു കളയണേ അല്ലാഹ്. അപ്പൊ പടച്ച റബ്ബിനോട് ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നവൾ അവൾ കുടുംബ ബന്ധം സ്ഥാപിക്കാൻ വേണ്ടി ശ്രമം നടത്തണം. ആ കുടുംബ ബന്ധത്തെ ആരെങ്കിലും മുറിച്ചു കളഞ്ഞാൽ, ആ കുടുംബ ബന്ധത്തെ ആരെങ്കിലും നശിപ്പിച്ചു കളഞ്ഞാൽ അവനിക്ക് റബ്ബിനോടുള്ള ബന്ധം നഷ്ടപ്പെട്ടു പോകും. റബ്ബ് അവനുമായുള്ള കണക്ഷൻ അങ്ങ് കട്ട് ചെയ്ത് കളയും. അപ്പൊ പടച്ച റബ്ബിന്റെ ബന്ധം നഷ്ടപ്പെട്ടു പോയ ഒരു മനുഷ്യൻ പിന്നെ ജീവിച്ചിട്ടെന്ത് കാര്യം? അല്ലാഹു നമ്മെ കാത്തു രക്ഷിക്കട്ടെ. കുടുംബ ബന്ധം ചില്ലറയല്ല. ആ കുടുംബ ബന്ധത്തെ സ്ഥാപിക്കുക എന്ന് പറയുന്നത് ഒരു മനുഷ്യന്റെ എല്ലാ അർത്ഥത്തിലുമുള്ള വിജയത്തിന്റെ കാരണം അത് തന്നെയാണ്. നിങ്ങൾ കണ്ടില്ലേ, അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തിന് പ്രഥമമായ ഖുർആനിന്റെ വഹി വന്ന സന്ദർഭം ജബലുൻ നൂറിൽ അല്ലാഹുവിന്റെ റസൂൽ ധ്യാനനിരതനായിരിക്കുമ്പോ നസലൽ അമീൻ മുഖറബുൽ അംലാക് ജിബ്രീൽ അലൈഹിസ്സലാം ഇരിക്കുന്ന സമയം ആ ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനോട് പറഞ്ഞു, ഇഖ്റ യാ മുഹമ്മദ്, ഏ മുഹമ്മദ് നബിയെ ഓതണം. റസൂലുള്ളാഹി തങ്ങളുടെ മറുപടി, മാ അന ബിഖാരിഇൻ, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. വീണ്ടും പറയുന്നു, ഇഖ്റ യാ മുഹമ്മദ്, ഓതണം. ഹബീബായ തങ്ങളുടെ മറുപടി, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. വീണ്ടും പറയുന്നു, മുഹമ്മദ് നബി അങ്ങോതണം. അപ്പോഴും പറയുന്നു, ഞാൻ ഓത്ത് പഠിച്ച ആളല്ല. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം അല്ലാഹുവിന്റെ റസൂലിനെ ആത്മീയമായ രീതിയിലുള്ള ഒരു ആലിംഗനം ഒന്ന് കെട്ടിപ്പിടിച്ചൊന്ന് ആലിംഗനം ചെയ്തു. ആ പിടുത്തം അങ്ങോട്ട് വിട്ടുകൊണ്ട് പറയുന്നു, ഇഖ്റ ബിസ്മി റബ്ബിക്കല്ലദീ ഖലഖ് ഖലഖൽ ഇൻസാന മിൻ അലഖ് ഇഖ്റ വറബ്ബുക്കൽ അക്രമുല്ലദീ അല്ലമ ബിൽ ഖലം അല്ലമൽ ഇൻസാന മാ ലം യഅലം. എന്റെ മാന്യ സഹോദരന്മാര് ശ്രദ്ധിക്കണം. ആ ഓത്തിനുള്ള നിർദ്ദേശം റസൂലുള്ളാഹി തങ്ങൾ അതാ നന്നായി അങ്ങോട്ട് ഓതുന്നു. ആ പ്രഥമമായ വഹി സമർപ്പിച്ചപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ ശക്തമായ ആത്മീയ ആലിംഗനത്തിൽ പേടിച്ചു മറച്ചു പോയി. ഏകദേശം 1 മണിക്കൂറിലധികം കുത്തനെ കയറാനുള്ള ആ മലയുണ്ടല്ലോ, അതിന്റെ മുകളിൽ നിന്ന് അതാ ഹബീബായ തങ്ങൾ പേടിച്ച് വിറച്ച് തളർന്ന് എങ്ങനെയൊക്കെയോ തപ്പിത്തടഞ്ഞ് താഴോട്ടിറങ്ങി നേരെ ഓടുന്നു. ഇലാ ഹദ്റത്തി സയ്യിദത്തിനാ ബീബി ഖദീജ റളിയല്ലാഹു അൻഹായുടെ വീട്ടിലേക്ക് ഓടുകയാണ്. അവിടെ ചെന്ന് വല്ലാതെ വെപ്രാളം കാണിക്കുന്നു. അല്ലാഹുവിന്റെ റസൂൽ ആ ഖദീജ ബീബിയോട് പറയുന്നത്, സമ്മിലൂനി സമ്മിലൂനി സമ്മിലൂനി, എനിക്ക് വല്ലാതെ വിറയൽ അനുഭവപ്പെടുന്നുണ്ട്, എനിക്ക് വല്ലാതെ വിറയൽ അനുഭവപ്പെടുന്നുണ്ട്, അതുകൊണ്ടൊന്നും എന്നെ പുതപ്പിട്ടും കൂടി സമാധാനിപ്പിക്കണമെന്ന് പറഞ്ഞ് പത്നിയായ ഖദീജ ബീബി റളിയല്ലാഹു അൻഹയോട് അല്ലാഹുവിന്റെ റസൂൽ ഒന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി പറഞ്ഞപ്പോ ആയിഷ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ അല്ലാഹുവിന്റെ റസൂലിന് കൊടുക്കുന്ന മറുപടി എന്താണെന്നറിയോ? ആ ഖദീജ ബീബി റളിയല്ലാഹു അൻഹ ആ കാലഘട്ടത്തിൽ ജീവിച്ച വറഖത്ത് ഇബ്നു നൗഫൽ എന്ന് പറയുന്ന പ്രഗൽഭനായ ഒരു പണ്ഡിതൻ അദ്ദേഹത്തിന്റെ അടുക്കൽ കൂട്ടിക്കൊണ്ടുപോയി വിഷയമൊക്കെ പറഞ്ഞപ്പോ അതേ ആ മഹാപണ്ഡിതൻ ഹബീബിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നു, വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, ഓ മുഹമ്മദ് നബിയേ, പടച്ച റബ്ബിനെ തന്നെയാണ് സത്യം, നിങ്ങളെ ഒരിക്കലും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുന്ന പ്രശ്നമില്ല. വല്ലാഹി ലാ യുഖ്സികല്ലാഹു അബദാ, നിങ്ങളെ ഒരിക്കലും പടച്ച റബ്ബ് പരാജയപ്പെടുത്തുന്ന വിഷയമില്ല. കാരണം എന്തേ? നിങ്ങളിൽ വിജയികളുടെ ലക്ഷണം മാത്രമേ ഉള്ളൂ. അതിൽ ഒന്നാമത്തെ ലക്ഷണം പറയുന്നത് നിങ്ങൾ സത്യം പറയുന്നവരും സത്യത്തോട് സഹകരിക്കുന്നവരുമാണ്. രണ്ടാമത്തതോ
കുടുംബ ബന്ധം ചേർക്കുന്ന കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത് നമ്മെ ദുനിയാവിലും ആഖിറത്തിലും എല്ലാ ഭക്ഷണത്തരങ്ങളും തൊട്ടും എല്ലാ അപമാനങ്ങളും തൊട്ടും പടച്ചറപ്പ് കാത്തുരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഒരു മാർഗമാണ്, ഏറ്റവും വലിയൊരു ഇബാദത്താണ് കുടുംബ ബന്ധം ചേർക്കുക എന്ന് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, എന്നാൽ ഇന്ന് നമ്മുടെയൊക്കെ കുടുംബങ്ങളുടെ അവസ്ഥ എന്തേ? ഇന്ന് നമ്മുടെ കുടുംബ ബന്ധത്തിന്റെ അവസ്ഥ എന്താ? ഒരു കവുങ്ങിന്റെ തൈക്ക് വേണ്ടി പോട്ടെ, ഒരു ചെറിയൊരു ഓലക്കൊടിക്ക് വേണ്ടി, ഒരു ചെറിയ സെന്റ് സ്ഥലത്തിന് വേണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും കടിപിടി കൂടി അർഹമായതും അനർഹമായതും വാരിപ്പറ്റി പരസ്പരം തമ്മിലടിച്ച് ചിന്നിച്ച് ഭിന്നിച്ചു പോയില്ലേ നമ്മൾ? എവിടെ ആർക്കാരോടാണ് ബന്ധമുള്ളത്? ഏത് കുടുംബത്തോടാണ് ബന്ധമുള്ളത്? ആ കുടുംബ ബന്ധത്തിൽ ഒന്നാമത്തെ ബന്ധം അതേ മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള ബന്ധമാണല്ലോ. പരിപൂർണമായി ആ ബന്ധം ഈ ലോകത്ത് തകർന്ന് തരിപ്പണമായി കൊണ്ടിരിക്കുകയല്ലേ ചെയ്യുന്നത്. ഒരു മകന് ഒരു മകൾക്ക് അതേ പടച്ചറപ്പും ഹബീബായ തങ്ങളും കഴിഞ്ഞാൽ പിന്നവൻ പരിഗണിക്കേണ്ടുന്ന ഏറ്റവും വലിയ വ്യക്തിത്വം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ മാതാവും പിതാവുമാണല്ലോ. അവരോട് എത്രത്തോളമാണ് ബാധ്യതപ്പെട്ട് കിടക്കുന്നത്. അതേ അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഹദറത്തിൽ ഒരു സ്വഹാബി വന്നിച്ചു, മഹാനായ നബിയേ, ഞാൻ എന്റെ ജീവിതത്തിൽ ഏറ്റവും ബന്ധപ്പെട്ടത് ആരോടാണ് നബിയേ? ഏറ്റവും വലിയ ബാധ്യത തീർക്കേണ്ടത് ഞാൻ ആരോടാണ് നബിയേ? റസൂലുള്ളാഹി മറുപടി കൊടുക്കുന്നു, നിന്റെ ഉമ്മയോടാണ്. രണ്ടാമത് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് നബിയേ? അപ്പോഴും ഹബീബായ തങ്ങളുടെ മറുപടി, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. മൂന്നാമത് ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ്? അപ്പോഴും പറയുന്നു, ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. വീണ്ടും ചോദിക്കുന്നു, സുമ്മമൻ, പിന്നെ ആരാണ് നബിയേ? ആ സമയത്ത് ഹബീബിന്റെ മറുപടി, അബൂക്ക, നിന്റെ വാപ്പയാണ്. അപ്പം ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒന്നും രണ്ടും മൂന്നും ബന്ധം സ്ഥാപിക്കേണ്ടത് ഹബീബിന്റെയും സൃഷ്ടാവിന്റെയും ശേഷം ഏറ്റവും വലിയ ബന്ധം സ്ഥാപിക്കേണ്ട ഉമ്മ, പിന്നീട് ബന്ധം സ്ഥാപിക്കേണ്ടുന്ന ഉപ്പ. ആ ഉപ്പക്കും ഉമ്മക്കും ഇന്ന് മക്കൾക്ക് എവിടെ ബന്ധം? ആ ബന്ധം തകർന്നു പോയില്ലേ? മാതാപിതാക്കളോടുള്ള ബന്ധം തകർത്ത മക്കൾ വളരുന്ന കാലം ശിക്ഷയുടെ കാലഘട്ടമാണ്, പരീക്ഷണത്തിന്റെ കാലഘട്ടമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി